സർ, ട്രംപ് പെട്ടെന്ന് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച താരിഫിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രംപ് എന്തിന് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നു എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോഴും പലരും അന്വേഷിക്കുന്നത് ഇതിന് പിന്നിൽ ട്രംപിന് മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും വിഷയമായോ ഏതെങ്കിലും രീതിയിൽ താരിഫ് ഉയർത്തിയതിൽ ട്രംപിന് ഒരു പങ്കുണ്ടോ എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരം വാദങ്ങൾക്ക് നമ്മൾ ഒരു ചെവി കൊടുക്കേണ്ടതുണ്ടോ? ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ പ്രത്യേകിച്ച് ട്രംപ് നയിക്കുന്ന അമേരിക്കയുടെ കാര്യത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടി വരും. നയതന്ത്ര ചർച്ചകൾ മാത്രമല്ല, അറ്റ്മോസ്ഫിയർ, ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ പറയാൻ കാരണം, കാർഗിൽ ഞാൻ ഈയിടെ കേട്ട ഒരു ഇൻഫർമേഷൻ. അതായത് കാർഗിൽ നടന്നത് അമേരിക്കക്കാരെ ഒരു ചെറിയ സഹകരണമില്ലായ്മ കൊണ്ടാണ് എന്ന് കേട്ടു. അതിന് കാരണം അമേരിക്കക്കാർക്കാണ് ഏറ്റവും നല്ല സ്പൈ സാറ്റലൈറ്റ്സ് ലോകത്തെമ്പാടും. അമേരിക്കയ്ക്കും റഷ്യക്കും ഉണ്ട്. അവർ ലോകം മുഴുവനും സ്പൈ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അവരുടെ ഫ്രണ്ട്ലി, അതായത് അവരുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾക്ക് അവരത് പങ്കുവെക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അതായത് കാർഗിൽ ഇപ്പം ന്യൂനേറ്റം നടക്കുവാണെങ്കിൽ ആ ഏരിയയിൽ അവർ കാശ്മീർ സെൻസിറ്റീവ് ആയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് അത് ഇന്ത്യ അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട്, നിങ്ങളൊന്ന് കരുതിയിരിക്കുക എന്ന് പറയും. അപ്പോൾ അത് നടക്കാതിരുന്നതിന് കാരണം എൻ്റെ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് പെട്ടെന്ന് ചോദിച്ചു, താങ്കൾക്കറിയാം ഇങ്ങനൊരു ആംഗിൾ ഉണ്ട്. അതായത് ഗ്രഹാം സ്റ്റെയിൻ ഒറീസയിൽ മക്കളുമായി കൊല്ലപ്പെട്ട ആ മിഷണറി കൊല്ലപ്പെട്ടതിൻ്റെ അതിനുശേഷം കുറേ നാളത്തേക്ക് ഈ ഡീറ്റെയിൽഡ് ഇൻ്റലിജൻസ് ഷെയറിങ് അമേരിക്ക നിർത്തി. അങ്ങനെയാണ് കാർഗിലിൻ്റെ വിവരം നമ്മൾക്ക് കിട്ടാതെ പോയത്. നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ അമേരിക്കൻ സാറ്റലൈറ്റ്സ് മാപ്പും ഇൻഫർമേഷനും ഒക്കെ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സംശയമുണ്ട്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഇന്നത്തെ പ്രത്യേകിച്ച് ഈ നൺസിനെതിരെ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവമായിട്ട് ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയം. അതിന് കാരണം ട്രംപ് ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ടോടുകൂടി പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ എക്യുമെനിക്കൽ അഡ്വൈസറെ വൈറ്റ് ഹൗസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അയാളുടെ ജോലി ഇതുപോലുള്ള റിലീജിയസ് ഇഷ്യൂസിനെ ലോകമെമ്പാടും മാപ്പ് ചെയ്ത് അത് പ്രസിഡന്റിനെ അറിയിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു കൊടുക്കുകയും ഉള്ള ഒരു അഡ്വൈസർ ഉണ്ട് അവിടെ. അത് മാത്രമല്ല, ഈയിടെ കഴിഞ്ഞ മാസം വത്തിക്കാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാർഡിനൽ ഇന്ത്യയിലെത്തിയിരുന്നു. അയാൾക്ക് ഒരു മെമ്മോറാണ്ടം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന കൊടുക്കുകയുണ്ടായി. അത് ഞാനതിൻ്റെ കോപ്പി കണ്ടു. അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത് 834 അട്രോസിറ്റീസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്സ് ഇൻവോൾവിങ് ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ നടന്നു 2024. അത് 2023യെക്കാളും 100 ഇൻസിഡൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയിലും യൂറോപ്പിലും ഇവിടെ ഹിന്ദുത്വം പറയുന്ന പോലെ അവിടെ ഒരു ക്രിസ്ത്യാനിത്വം പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് അവിടുത്തെ പൊതുബോധത്തിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് പ്രഷർ ചെലുത്താൻ പറ്റുമെങ്കിൽ ആ ലോക്കൽ സർക്കാർ അവർ വളരെ നേരിട്ടൊന്നും പറയത്തില്ല. അതാണ് അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിപ്ലോമസിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒരു കാതലായ ഇത്. അവരുടെ ഇറിറ്റൻസിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ പച്ചയായിട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ പച്ചയായിട്ട് മതപരമായ സംഗതികളൊന്നും അവർ പറയത്തില്ല അവരുടെ പബ്ലിക് ലൈഫിൽ. അവർ ഇങ്ങനെയൊക്കെയുള്ള പ്രഷർ എടുത്തു. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് പ്രസിഡന്റ് കെ ആർ നാരായണൻ്റെ ഒരു ഇൻസിഡൻ്റാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, വാജ്പേയിജി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കുറെ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ലോ മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലി ഫയൽ അയച്ചു. അദ്ദേഹം സൈൻ ചെയ്യുന്നില്ല. തിരിച്ചയച്ചു. രണ്ടാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴും തിരിച്ചയച്ചു. അപ്പോൾ അവരെ ഇൻഫോർമൽ ചാനൽ കണ്ടുപിടിക്കുക എന്താണ് പ്രശ്നം. അപ്പം ഞാൻ കേട്ടത് ഇത് ശരിയായിരിക്കണം എന്നില്ല. ഞാൻ കേട്ടത് അദ്ദേഹം ഒരു മലയാളി ജഡ്ജിന്റെ പേര് പറഞ്ഞു, സൂചിപ്പിച്ചു. അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ലോ മിനിസ്റ്ററി ഇരിക്കുന്നവർക്ക് പിടികിട്ടി അദ്ദേഹത്തിന്റെ പേര് കൂടെ വിട്ടിട്ട് അത് ആ ഫയൽ ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പല ഈ അധികാരത്തിന്റെ ഇടനാഴികൾ, അത് ഇന്ത്യയുടെ ആണെങ്കിലും അന്താരാഷ്ട്ര രംഗത്താണെങ്കിലും ഇങ്ങനെ പല വിവിധമായ ഒരു ഇഷ്യൂസ്, പല ഇറിറ്റൻസും പല വിലപേശലുകളും നടക്കാറുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഇന്നും ഒറീസയില് നൺസിനെ തടഞ്ഞു വെച്ച് അറസ്റ്റൊന്നും ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. ഇതുപോലെ NIA കൊണ്ട് കേസ് എടുപ്പിക്കുക, ഹ്യൂമൻ കടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വെസ്റ്റേണേഴ്സ് വളരെ സീരിയസ് ആയി എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് പണ്ട് നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞ പോലെ ഛത്തീസ്ഗഡിലും ദുർഗിലും നടന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ലോകമെമ്പാടും ഇത് അറിയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ലോകമെമ്പാടും അറിഞ്ഞു എന്നാണ്. ഇത് മോണിറ്റർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ഇഷ്യൂസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ഇന്ത്യയുമായി ഇത്രയും മോഡിജിയുമായിട്ട് വളരെ സൗഹൃദം എന്ന് പറയുന്ന ട്രംപിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു 25% 50% ടാരിഫ് കൊണ്ടുവന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മളൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണം തീർച്ചയായിട്ടും ഇതാണെന്നാണ് ഇതൊക്കെ വാച്ച് ചെയ്യുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത്. അവരാരും ക്രിസ്ത്യാനികളൊന്നുമല്ല, അല്ലാത്തവരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, തനിക്ക് എങ്ങനെ തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയുന്നൂടെ, എനിക്ക് നമ്മുടെ ട്രംപിന്റെ എക്യുമെനിക്കൽ അഡ്വൈസറുമായിട്ട് യാതൊരു ബന്ധമുള്ളവരുമായിട്ടും എനിക്ക് ബന്ധമില്ല. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു ഫാക്ടറാണെന്ന് പലരും ഡൽഹിയിൽ ഇപ്പം വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ആ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊരു സംഭവം താങ്കൾ പറഞ്ഞ ആ പോയിന്റ് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു ഇന്റർനാഷണൽ ന്യൂസാണ്. പിന്നെ മാത്രമല്ല, ഈ പോപ്പിന്റെ ഫോറിൻ മിനിസ്റ്റർക്ക് ഇങ്ങനൊരു മെമ്മറാണ്ടം കൊടുത്താൽ അത് വെസ്റ്റേൺ വേൾഡിലെ പല രാജ്യങ്ങളിലും ആ മെമ്മറാണ്ടം ഷെയർ ചെയ്യും. അവരെ നേരിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വത്തിക്കാനൊന്നും അധികാരമൊന്നുമില്ല. പക്ഷേ ഇറ്റാലിയൻ സർക്കാർ, EU-യിലെ അമേരിക്കയിലെ ഒക്കെ അതിൻ്റെ കോപ്പികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് അത് നമ്മളുടെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അത് ലോകം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് ഇന്ന് പ്രത്യേകിച്ച് ഇന്റർനെറ്റിൻ്റെയും ഡിജിറ്റൽ വേൾഡിൻ്റെയും കാലത്ത് നമ്മൾക്ക് അതിൽ നിന്ന് ഒരു രക്ഷയില്ല. നമ്മൾക്ക് കുറച്ചുപേരെ ഗോഹത്യ ചെയ്തിട്ട് പശുമാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് ചിലരെ അടിച്ചു വന്നാൽ അത് ലോകം മുഴുവൻ അറിയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളത്. അത് പശു മാംസം ഭക്ഷിക്കുന്നവരെ മാത്രമല്ല, നൺസിനെ പിടിച്ചാലും ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായാലും ഒക്കെ ലോകം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്നത്തെ സിറ്റുവേഷനിൽ അമേരിക്കയിലെ ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് മുഴുവനും ഇതാണ്, നമ്മുടെ ട്രേഡ് അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസ് ആണ് അദ്ദേഹത്തിന്റെ യുദ്ധമുഖം. അദ്ദേഹം ഫിസിക്കലി ആരെയും ബോംബ് അയച്ച് ആരെയും ത്രട്ടൻ ചെയ്തല്ല, പറയും നിങ്ങളത് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തിരിക്കും, നിങ്ങളുടെ എക്കണോമിയെ ഞങ്ങൾ തകർത്തിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു ഇൻഡോ പാക് യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തുടരുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്കണോമിക്കലായിട്ട് വളരെ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് അവർ നിർത്തിയെന്ന് അദ്ദേഹം വളരെ ധൈര്യത്തോട് പറയുന്നത്. എങ്ങനെയാണ് അതിന് കാരണം? അദ്ദേഹം അത് ചെയ്താൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് പ്രശ്നമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം പച്ചയ്ക്ക് പറയും, മലയാളത്തിൽ പറഞ്ഞ പച്ചയ്ക്ക് പറയും, ചിലപ്പോൾ അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നില്ല. ഇത്
വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മോഡിജി പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എനിക്ക് വളരെ സൂക്ഷ്മമായി ഇത് കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഓഫീസേഴ്സും ഒക്കെ അന്വേഷിക്കും. ഇപ്പം നമ്മുടെ എംബസിക്ക് അംബാസഡറും ഒക്കെ അവരോട് ഇൻഫോർമലായിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങളുടെ ഇറിറ്റേഷൻസ് പറയൂ എന്നിങ്ങനെ പറയുമ്പം അതിനകത്ത് അവർ സൂചിപ്പിക്കാറുണ്ട് ഇങ്ങനെ ഇൻഫോർമൽ ടോക്സിൽ. അവർ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് തരുന്നില്ല, ഇതൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു രാജ്യവും ഇപ്പോൾ മറ്റു രാജ്യത്തോട് പറയാറില്ല. പക്ഷേ അവർ പറയും ഇതൊക്കെയാണ് പ്രസിഡന്റിനെ നിങ്ങളെ ഇങ്ങനെ ഇത്ര വലിയൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള കാരണങ്ങൾ. അത് നിങ്ങൾ മാറ്റൂ, നമ്മളത് ശരിയാക്കാം. അത് എക്കണോമിക് ഇഷ്യൂസ് മാത്രമല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസുമാണ്. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിനൊരു പുതിയ മാനം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ട്രേഡ് സാങ്ഷൻസ് വെച്ചാണ്. ഇപ്പോൾ ചൈനയുടെ കാര്യത്തിൽ അവർ വളരെ കൃത്യമാണ്. ചൈന മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല, അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, അതിന് തടയിടാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യയിലെ ചില സംഭവങ്ങൾ അവർക്ക് ഇഷ്ടമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലേക്ക് ഇന്ത്യയിലെ പല വെസ്റ്റേൺ ഇൻഡസ്ട്രികളും നയിക്കുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊന്ന ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും റിലീസ് ചെയ്തിരിക്കുന്നു ജയിലിൽ നിന്ന്. ഓരോ കിടക്കുന്ന അവസാനത്തെ ആളെയും റിലീസ് ചെയ്യാൻ വേണ്ടി ഒറീസ ഗവൺമെന്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇന്റർനാഷണൽ ന്യൂസാണ്. ഇത് നാഷണൽ ന്യൂസോ നമ്മളെ കേരളത്തിൽ നിന്ന് അറിഞ്ഞില്ലായിരിക്കും, ഇന്റർനാഷണൽ ന്യൂസാണ്. ഇത് മോണിറ്റർ ചെയ്യുന്നവർ ഇതൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യും. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കും. അവിടെയാണ് നമ്മൾ വളരെ കൂലങ്കഷമായി ചിന്തിക്കുന്നത്. നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചില ജനാധിപത്യ മര്യാദകളുണ്ട്. അത് വിട്ട് കളിക്കുമ്പോൾ നമ്മളെക്കാളും നമ്മൾക്ക് ദ്രോഹം ചെയ്യാവുന്ന ചില രാജ്യങ്ങൾ, അതായത് വൻ ശക്തികൾ നമ്മൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അത് മാത്രമാണ് ഇതിപ്പം നാൻസിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പുകമറയായിരിക്കും. പക്ഷേ അതിൻ്റെ പുറകിലുള്ളത് പല ഇഷ്യൂസും കാണും. ഇപ്പം എനിക്കറിയാം, ഇപ്പം അംനെസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവർക്ക് ലൈസൻസ് ഇല്ല, അവരെ പുറത്താക്കിയെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പല ഇഷ്യൂസും വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റൈറ്റ്സ്, മൈനോറിറ്റി റൈറ്റ്സ്, റിലീജിയസ് റൈറ്റ്സ്, ഇതൊക്കെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ അതിന് നമ്മളൊരു വില കൊടുക്കേണ്ടി വരും. അതാണ് ട്രംപ് നമ്മളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് പറയേണ്ടി വരും. യെസ്, എന്തായാലും ട്രംപ് നിലവിൽ ഇന്ത്യക്ക് മേൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ ഈ താരിഫ് എന്ന് പറയുന്നതിന് എന്തുകൊണ്ട് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തി എന്ന് ചോദിച്ചാൽ ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. കന്യാസ്ത്രീകളുടെ വിഷയങ്ങളും ഒക്കെയായി ചേർത്ത് വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ചെറിയാൻ സാർ.